ജനതാ ഗ്യാരേജ്. വിസ്മയത്തിന് ശേഷം മോഹൻലാലിന്റെ തെലുങ്ക് മൊഴിമാറ്റ ചിത്രമാണ് ജനതാ ഗ്യാരേജ്. മോഹൻലാലും ജൂനിയർ എൻടിആറുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. മൈത്രി മൂവി മേക്കേഴ്സിന്റെ ബാനറിൽ കൊരട്ടാല ശിവ തന്നെയാണ് ഈ ചിത്രം സംവിധാനവും നിർമ്മാണവും നിർവഹിച്ചിരിക്കുന്നത്. സാമന്ത, നിത്യാമേനോൻ എന്നിവരും ചിത്രത്തിൽ മറ്റ് പ്രധാന വേഷങ്ങൾ അവതരിപ്പിക്കുന്നു. ദേവി ശ്രീ പ്രസാദ് സംഗീതവും തിരു ഛായാഗ്രഹണവും നിർവഹിച്ചിരിക്കുന്നു. സിനിമ തുടങ്ങുമ്പോൾ ആരവങ്ങളോടെ തിയേറ്ററുകളിൽ സ്വീകരണം. തുടക്കത്തിൽ തന്നെ മോഹൻലാൽ എത്തുന്നുമുണ്ട്. മോഹൻലാലിന്റെ അനിയനായി റഹ്മാനും എത്തുന്നു. ഭാര്യയായി ദേവയാനിയും. അനിയനോടൊപ്പം ഹൈദരാബാദിലെത്തുന്ന ലാലിന്റെ കഥാപാത്രം ജനതാ ഗ്യാരേജ് എന്ന പേരിൽ ഒരു വർക്ക്ഷോപ്പ് തുടങ്ങുന്നു. സിനിമയുടെ ബാക്കി മുംബൈയിലേക്ക്. ഇവിടെയാണ് ജൂനിയർ എൻടിആറിന്റെ രംഗപ്രവേശനം. നല്ല പഞ്ച് ഡയലോഗുകളും രംഗങ്ങളുമുണ്ട് ചിത്രത്തിൽ. സത്യമെന്നാണ് മോഹൻലാലിന്റെ കഥാപാത്രത്തിന്റെ പേര്. ഉണ്ണി മുകുന്ദന്റെ കഥാപാത്രത്തിന്റെ രംഗപ്രവേശനം ഒരു പക്കാ തെലുങ്ക് പടമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു. ഹൈദരാബാദിലും മുംബൈയിലുമായി ശിവയും ആനന്ദും അവരുടേതായ ജീവിതം നയിക്കുന്നു. ഇതിനിടെ ലാൽ അവതരിപ്പിക്കുന്ന സത്യമിന്റെ കഥാപാത്രത്തിലുണ്ടാവുന്ന ഒരു അത്യാഹിതം കഥാഗതി മാറ്റിമറിക്കുന്നു. ജൂനിയർ എൻടിആറിന്റെ ചിത്രങ്ങളിൽ കാണുന്ന പതിവ് മാസ് ആക്ഷൻ രംഗങ്ങൾക്ക് ജനതാ ഗ്യാരേജിലും പഞ്ഞമില്ല. സത്യവും ആനന്ദും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ചയോടെ ആദ്യ പകുതിക്ക് തിരശ്ശീല വീണു. രണ്ടു വഴിക്ക് നീങ്ങിയ കഥകളും കഥാപാത്രങ്ങളും വീണ്ടും ഒന്നിക്കുന്നു. മോഹൻലാലും ജൂനിയർ എൻടിആറും ഒരുപോലെ നിറഞ്ഞു നിൽക്കുകയാണ് ആദ്യ പകുതിയിൽ. രണ്ടാം പകുതിയിൽ ആക്ഷൻ മോഡലിൽ നിന്നും ഒരു കുടുംബകഥ എന്ന ലേബലിലേക്ക് സിനിമ മാറുന്നു. ഐറ്റം ഡാൻസുമായി കാജൽ അഗർവാളിന്റെ രംഗപ്രവേശനം, മാസ് ആക്ഷൻ സീനുകൾക്കൊപ്പം ജൂനിയർ എൻടിആറിന്റെ ചടുലമായ നൃത്തരംഗങ്ങളും ഈ ചിത്രത്തിന് വൻ വരവേൽപ്പാണ് തിയേറ്ററുകളിൽ ലഭിക്കുന്നത്. గ్యారేజ్ పద్ధతులు కూడా మారాయి. కష్టం ఉందని తెలిస్తే చాలు ఎగబడి వెళ్ళిపోతున్నాం. జనతా గ్యారేజ్ ఇచ్చట అన్ని రిపేర్లు చేయబడును.